ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ലക്ഷം മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശു അബ്രാൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല കേട്ടോ, ലോകത്തിൻ്റെ ചരിത്ര പുരുഷന. സകല മനുഷ്യർക്കും ഈ നാമമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നാമത്തിന് മേലായ നാമയില്ല, ഇന്നൊരു നാമം ഉണ്ടാകാനും പോണില്ല. ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ട് തള്ളരുത് കേട്ടോ, ലോകത്തിൻ്റെ ദൈവമാണ് യേശു അബ്രാൻ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഡയമണ്ട്സിൻ്റെ ഇങ്ങനെ ലോക്കുള്ള വളകളും മാല 18 ക്യാരറ്റിൻ്റെ ഒക്കെ ഇട്ട് ഷാർട്ടിന് ഇട്ടിട്ടുണ്ട്. ഷാർട്ടിൻ്റെ ഈ ഡ്രസ്സിനോട് ചേർന്ന മാല നമ്മുടെ ഡ്രസ്സാട്ടോ, നമ്മുടെ സിൽക്ക് ബനാറസാണ്, ടിഷ്യൂ ബനാറസിൻ്റെ ആണ്. അതിൻ്റെ കൂടെ ഒരു മാല, ഇത് 4 ഗ്രാമല്ലേ ഉള്ളൂ. ഈ മാല 4 ഗ്രാമാണ്. അതിൻ്റെ കമ്മൽ ദേ നല്ല 18ൻ്റെ കമ്മൽ, സൂപ്പർ നല്ല കമ്മൽ. മോതിരങ്ങൾ കാണിച്ചേ, മോതിരങ്ങളൊക്കെ 18 ആട്ടോ. ഇതെല്ലാം 3 ഗ്രാം 4 ഗ്രാം ഒരു മോതിരം. ഇത് എത്രയും 1.5 പവനോ? എന്ത് രസം. ഈ വളയ്ക്ക് ഒത്തിരി ഓർഡർ കിട്ടി കേട്ടോ, പല വലുപ്പത്തിൽ ഇത് ചെയ്തു തരും കേട്ടോ. ഇത് നല്ലൊരു പണിയില്ല, ഇതേ പേസ്റ്റ് കളറൊക്കെ വെച്ച്. അതുകൂടാണ്ട് ദേ ഈ വളകളൊക്കെ നോക്കിക്കേ, ഇതിനൊക്കെ ഒത്തിരി നമുക്ക് ഓർഡർ കിട്ടി, പല വലുപ്പത്തിലും ചെയ്തു തരും കേട്ടോ. നിങ്ങളത് ഓർക്കണേ. ഇതെല്ലാം 4 ഗ്രാം 3 ഗ്രാം മുതലുണ്ട് കേട്ടോ. ഇതേ കോറലിൻ്റെ 3 ഗ്രാം. ഇതൊക്കെ നോക്കിക്കേ, 4 ഗ്രാം. ഇതൊക്കെ 4 ഗ്രാം. ഇതൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. 8 8 ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ, നിങ്ങളുടെ അളവിനും ഇതൊക്കെ അനുസരിച്ച്. വള ഭയങ്കര പ്രശ്നമാണ്. ഡയമണ്ട്സ് ആകുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളത് എടുത്തില്ലെങ്കിലേ നമ്മൾ ഇടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം വരും. അപ്പം ഇച്ചിരി വെയിറ്റ് ഉള്ളതൊക്കെ വേണം, അല്ലെങ്കിൽ കൈച്ചെയിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഡയമണ്ട്സ് എടുക്കുമ്പോൾ ഈ മില്ലിഗ്രാമിൻ്റെ എന്നൊക്കെ ഫാഷൻ കാണിക്കാൻ പറ്റും. 2 ഗ്രാമിൻ്റെ വള ഞാൻ ആദ്യമൊക്കെ അങ്ങനെ വീഡിയോ ചെയ്യാൻ എടുക്കാൻ നോക്കും. പിന്നെ എല്ലാം ട്രബിൾ വരും, ആൾക്കാർ എടുത്തിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് ചളങ്ങി എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ നമ്മൾ ഇച്ചിരി വെയിറ്റുള്ള സാധനം എടുക്കണം ഡയമണ്ട്സ് എടുക്കുമ്പോൾ. 18 ഇച്ചിരിയുടെ ബലമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ചാരിറ്റി ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല വെറൈറ്റി ആയിട്ടുള്ള ചാരിറ്റി എല്ലാം എടുത്തു വെച്ച വീഡിയോയ്ക്ക് ഇതൊക്കെ ഈ സൈസൊക്കെ ഇടാമെന്നും പറഞ്ഞ്. ചാരിറ്റിയൊക്കെ ന്യൂജൻ പിന്നെ ഇപ്പം പിള്ളേരുമാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ബോധമുണ്ട്. ഫാഷൻ തരംഗമാണ് ഷാൽറ്റിൻ്റെ ഓരോന്ന്. എല്ലാ ഫാഷനും എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഫുൾ എല്ലാം നോക്കിക്കണ്ട് എല്ലാം അറിയാം കേട്ടോ. പാചകം എന്നാ മേടിക്കുകയാണോ കേക്കൊക്കെ ഉണ്ടാക്കാൻ. എൻ്റെ പൊന്നെ, വീട് ഇതുവരെ കണ്ടില്ല. ഓരോന്ന് വീട്ടിൽ വരുമ്പോൾ ചേച്ചി ഇത് അങ്ങനെയല്ല ഇങ്ങനെ ഞാൻ പണ്ടടിക്കും. അമ്മോ ഷാൽറ്റ് എന്തോരം പുരോഗമിച്ചു. എനിക്കൊക്കെ ഇരിപ്പിലേ ഉള്ളൂല്ലോ എന്ന്. കേക്കൊക്കെ ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിച്ചു. പണ്ട് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഷാൽറ്റിൻ്റെ കേക്ക് സൂപ്പർ കേക്കിൻ്റെ ആളാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വളകളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൂടാണ്ട് അതിമനോഹരമായ സ്കീമുണ്ട്. സ്കീമിൽ കൂടെ ഞാൻ പറഞ്ഞപ്പോൾ കൂടിയില്ലല്ലോ. 6600 500 ഉണ്ടാകുന്നത് നമ്മൾ കട തുടങ്ങിയിട്ട് 7 മാസമായുള്ളൂ. അപ്പോൾ 1500 രൂപ ഒരു ഗ്രാമിന് വില കൂടിയത്. അപ്പോൾ കൂടാൻ പാടില്ലായിരുന്നോ? ഇനിയായാലും കൂടെ, ഇനിയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനിയായാലും കൂടെ. ഇപ്പോഴാണ് ദിവസം, ഈ നിമിഷം അങ്ങ് കൂടും. മിനിമം 1000 ഉള്ളൂ. പിന്നെ കയ്യിലുണ്ടാകണ അനുസരിച്ച് ഇട്ടാൽ മതി. ഒരു ലിക്വിഡ് അസറ്റായിട്ട് കാണുക. സ്വർണ്ണം എൻ്റെ മക്കൾ ഇടുന്നില്ല, ഞാൻ ഇടുന്നില്ല. സ്വർണ്ണമൊക്കെ ഒരു ലിക്വിഡ് അസറ്റായിട്ട് ഓർക്കുക. അല്ലാണ്ട് നമ്മളിപ്പോൾ സ്ഥലം മേടിച്ചിട്ട് അത് വിൽക്കണമെങ്കിൽ ബ്രോക്കർ കാശ്, രജിസ്ട്രേഷൻ, ഇതൊക്കെ ഉണ്ടല്ലോ. സ്വർണ്ണത്തിന് എല്ലാവരും പറയും പണിക്കൂലി കൊടുക്കേണ്ടത്. പണിക്കൂലി കൊടുക്കാണ്ട് ആരെങ്കിലും തങ്കക്കട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുമോ? സ്വർണ്ണത്തിൻ്റെ ഗുണം നമ്മൾ ഇട്ട് ആസ്വദിക്കാൻ പറ്റും, പണയം വയ്ക്കാൻ പറ്റും, വിൽക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഗുണമുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്വർണ്ണം എടുക്കുക. അത് കാരണമാണ് നമ്മളിത് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് സ്വർണ്ണത്തിൻ്റെ വിലയും കയറിപ്പോവും. കേരളത്തിൽ മാത്രമേ ഏറ്റവും കുറവ് സ്വർണ്ണം, ബാക്കി എല്ലാവരുടെങ്കിലും ടൺ കണക്കിന് സ്വർണ്ണം. അപ്പോൾ നമുക്ക് മോശക്കാരാകാൻ പറ്റുമോ? അപ്പോൾ പെട്ടെന്ന് വായോ, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ.